Hi dear students, very good morning to all. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ട്രേഡിങ്ങിൻ്റെ ഡെറിവേറ്റീവ്സിലെ എന്തൊക്കെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഒരുപാടുണ്ട്, ഞാൻ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വണ്, ഏത് ഒരു എക്സ്ചേഞ്ച് നടത്തുമ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LC ഗുപ്ത കമ്മിറ്റിയിൽ ആ ഒരു റിപ്പോർട്ടിൽ പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരമായിരിക്കും ട്രേഡിങ്ങിനകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ചിൻ്റെ അകത്ത് മിനിമം 50 മെമ്പേഴ്സെങ്കിലും വേണം. പിന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ സെഗ്മെൻറ്റിൻ്റെ മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഉള്ള സെഗ്മെൻറ്റ് ആയിരിക്കില്ല. അവരെന്താണ് ഈ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഡെറിവേറ്റീവ് ട്രേഡിൻ്റെ ക്ലിയറിങ്ങും സെറ്റിൽമെൻറ്റും നടത്തുന്നത് സെബിൻ്റെ അപ്രൂവൽ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡെറിവേറ്റീവിൽ വരുന്ന ബ്രോക്കേഴ്സ്, ഡീലേഴ്സൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഈ സെബിൻ്റെ രജിസ്ട്രേഷനിൽ അണ്ടറിലുള്ളതായിരിക്കണം. അതിപ്പോൾ ബ്രോക്കേഴ്സ് ആണെങ്കിലും ശരി. അതുപോലെ തന്നെ അവർക്ക് മിനിമം നെറ്റ് വർത്തായിട്ട് ക്ലിയറിംഗ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, ഡെറിവേറ്റീവ്സിനകത്ത് ഉണ്ടായിരിക്കണം. അവർക്ക് മിനിമം വേണ്ടത് 3 crore വേണം. അപ്പോൾ ഓരോ മെമ്പേഴ്സ് നെറ്റ് വർത്തായിട്ടുള്ള ഓരോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നത് താഴെ പറയുന്ന ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് മൈനസ് നോൺ അലവബിൾ അസറ്റ്സ്. ഈ നോൺ അലവബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ്, പ്ലെഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, മെമ്പേഴ്സ് കാർഡ്, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ബാഡ് ഡെറിവേറ്റീവ്സ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസും ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ 30% മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന നോൺ അലവബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ 3 crore നമ്മൾ ഇതിന് നെറ്റ് വർത്തായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സിക്സ്ത് വണ്ണാണ് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ്, ഒരു ക്യാപിറ്റൽ ആഡിക്വസി അല്ലെങ്കിൽ മാർജിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓരോ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് അല്ലെങ്കിൽ അതിൻ്റെ ലോസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അത് സെബി ടൈം ടു ടൈമിന് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി അടുത്തത്, ഡെറിവേറ്റീവ്സിനകത്ത് വരുന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പം അതിനെന്ത് എലിജിബിലിറ്റിയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്. അപ്പം ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ എലിജിബിലിറ്റിയാണ് നമ്മളിനി പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് സ്റ്റോക്കിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 സ്റ്റോക്ക് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ ഡെയിലി മാർക്കറ്റ് ക്യാപിറ്റലൈസ് ചെയ്യും. അതുപോലെ തന്നെ ആവറേജ് ആയിട്ട് ഡെയിലി ട്രേഡിങ്ങും എന്ത് ചെയ്യും, 6 month കൂടുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മീഡിയം കൗണ്ടർ സിഗ്മ ഓർഡർ സൈസ് വെച്ച് നോക്കിയിട്ട് അതിൽ ലാസ്റ്റ് 6 month എടുക്കുമ്പോൾ അതിൻ്റെ 1 lakhനേക്കാൾ കുറവാവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അതിൻ്റെ ഓർഡർ സൈസ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈക്വൽ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കമ്പയർ ചെയ്യുമ്പോൾ 1 quarter ആയിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈക്വൽ ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അടുത്ത് തന്നെ വൈഡ് ലിമിറ്റ് ഉണ്ടായിരിക്കണം. അതായത് വൈഡ് മാർക്കറ്റ് വൈഡ് പൊസിഷൻ ഉണ്ടായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലെസ് ദാൻ 50 crores ആവാൻ പാടില്ല. അതായത് കുറച്ചും കൂടി വൈഡായിട്ട് ഓരോ മന്തിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഷെയർ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വൈഡുള്ള മാർക്കറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആയിരിക്കണം നമ്മളതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ന്യൂ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കണം, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഷെയർ വാല്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ അണ്ടർലൈൻ ക്യാഷ് മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സ്പയറി, കോൺട്രാക്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണോ ഓരോ മന്തിൽ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എലിജിബിലിറ്റി തീരുമാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ്. കോൺട്രാക്റ്റിനകത്തുള്ള ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും അതിൻ്റെ ഇൻഡെക്സ് അത് 80% ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത് കൃത്യമായിട്ട് ട്രേഡിങ് നടത്തുന്നുണ്ടോ എന്നുള്ളതും, അല്ലാത്ത കേസാണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റോക്കിനെ നമ്മൾ എന്താണ് എലിജിബിൾ ആയിരിക്കില്ല. സോ അത് നോട്ട് എലിജിബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇനെലിജിബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ്
സെബി സെബിയിലെ എലിജിബിലിറ്റി കണ്ടീഷൻസിൽ എന്തൊക്കെയാണ് സെബി പറയുന്ന എലിജിബിലിറ്റി കണ്ടീഷൻസും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സെബി ബേസ് ചെയ്തുകൊണ്ട് സെബിയിൽ എന്തൊക്കെ പറയും നോക്കാം. ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെഗ്മെൻറ്റിനകത്ത് ഓൺലൈൻ സർവൈലൻസ് ഉണ്ടായിരിക്കും. എപ്പോഴും കൃത്യമായിട്ട് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കും. അവരുടെ പൊസിഷനും പ്രൈസും വോളിയൂംസും കൃത്യമായിട്ട് അതിൽ മാനിപ്പുലേഷൻസ് ഒന്നും നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സെബി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചിനകത്ത് ഇൻഫോർമേഷൻസ് എല്ലാം ട്രേഡിങ്ങും അതിൻ്റെ ക്വാണ്ടിറ്റിയും കോഡ്സൊക്കെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രീവൻസസ് ഒക്കെ കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഓരോ റീജിയൻസിലും ഒരു കൺട്രീൻ്റെ. അതുപോലെ തന്നെ എപ്പോഴും മോണിറ്റർ ചെയ്യുമ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് കുറവായിരിക്കണം. അവരെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ എംപ്ലോയീസിനും ഡെറിവേറ്റീവ്സിനകത്ത് വരുന്ന എല്ലാ എംപ്ലോയീസും അവരെ മാർക്കറ്റും അവരെ അണ്ടർലൈനിങ് സെക്യൂരിറ്റീസൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആരൊക്കെ എന്തൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിനകത്ത് അവർ ഇനീഷ്യൽ മാർജിന് നമ്മൾ റിസ്ക് ഓഫ് ലോസിൻ്റെ പൊസിഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ളത് ആയിരിക്കണം. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ഇനീഷ്യൽ മാർജിൻസ് എന്താണ് അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 99% ഓഫ് ഡേയ്സും അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കണം. അടുത്താണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഹൗസ്. അതിനകത്ത് EFT അതായത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിനുള്ള ഷിഫ്റ്റ് മൂവ്മെൻറ്റ്, ആ ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ക്ലിയറിംഗ് ഹൗസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പെർമിഷൻ കൊടുത്തിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്തൊക്കെ മെഷേഴ്സാണ് സെബി ഇൻവെസ്റ്റേഴ്സിനെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സാണ് സെബി കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ് മണി ഹാസ് ബീൻ കെപ്റ്റ് സെപ്പറേറ്റ് അറ്റ് ഓൾ ലെവൽസ്. ഓരോ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലാബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ട്രേഡിംഗ് മെമ്പേഴ്സിനകത്ത് കൃത്യമായിട്ട് ക്ലിയറിംഗ് മെമ്പേഴ്സിനും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം ഇൻവെസ്റ്റേഴ്സിൻ്റെ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നോ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തത് ട്രേഡിംഗ് മെമ്പേഴ്സിനകത്ത് ട്രേഡിംഗ് മെമ്പേഴ്സ് ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക്കും ഡിസ്ക്ലോഷർ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെൻറ്റ് കൃത്യമായിട്ട് ഓരോ ഇൻവെസ്റ്റേഴ്സിനും അറിഞ്ഞിരിക്കണം. അതായത് ഈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും ഇങ്ങനെ ഒളിച്ചു വെക്കാതെ കൃത്യമായിട്ട് തുറന്ന് ഇൻവെസ്റ്റേഴ്സ് അറിയണം അവരെത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളതും. അവരെപ്പോഴും ആ ഒരു റിസ്കിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം. എന്നിട്ട് അവർ ഡിസിഷൻസ് എടുക്കണം ഇൻവെസ്റ്റേഴ്സ്. അടുത്തത്, ഇൻവെസ്റ്റേഴ്സ് വുഡ് ഗെറ്റ് ദ കോൺട്രാക്ട് നോട്ട് ഡ്യൂലി സ്റ്റാമ്പ് for receipt of the order and execution of the order. ഒരു ഓർഡർ റെസിപ്റ്റ് കിട്ടുന്ന സമയത്തും നടക്കുന്ന സമയത്തും ആ ഒരു കോൺട്രാക്റ്റിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഉള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. വിത്തൗട്ട് ക്ലയൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്, ദ ഓർഡർ കനോട്ട് ബി ആക്സെപ്റ്റഡ്. അപ്പോൾ അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്തായിരിക്കണം, ട്രേഡിൻ്റെ കൺഫർമേഷൻ ഷിപ്മെൻറ്റോ അവർക്ക് എന്തെങ്കിലും ഐഡൻറ്റിറ്റി പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. കാരണം എന്താണോ ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്താണോ അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് മാക്സിമം കുറച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം ഒരിക്കലും സ്റ്റാമ്പ് ഒട്ടിക്കാത്ത ഒരു കോൺട്രാക്റ്റോ അതേപോലെ തന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു കോൺട്രാക്റ്റോ ഓർഡറോ എക്സിക്യൂഷനോ ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല. ലാസ്റ്റ് വൺ, in the derivative market, all money paid by the investors margin on all open positions is kept in trust with the clearing corporation. In the event of default of the trading or clearing member, the amount paid by the client towards margins are segregated and not utilized towards the default of the members. However, in the event of default of the member, loss suffers by the investor if any or unsettled or closed out position are
കോമ്പൻസേറ്റഡ് ഫ്രം ദ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്. അതായത് ഒരു തരത്തിലുള്ള ഡിഫോൾട്ടും വരുത്തിയത് മെമ്പർ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റർ അതിന് അതിൻ്റെ നഷ്ടം സംഭവിക്കുക. അതുകൊണ്ട് അഥവാ അങ്ങനെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അതിനകത്തുനിന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം എപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർജിൻ അത് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കണം, അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിരിക്കണം. അതിനകത്ത് എന്ത് ചെയ്യണം, ക്ലയൻറ്റ് മാർജിനൽ ആയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ട്സ് അടക്കുന്ന സമയത്ത് അതിലെന്ത് ചെയ്തു ഒരു തരത്തിലുള്ള ഡിഫോൾട്ടും വരുത്താൻ പാടുള്ളതല്ല. അപ്പോൾ ഇതൊക്കെയാണ് സെബി എന്തൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുള്ളതാണ് ഉള്ളത്. ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തേർഡ് ചാപ്റ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.